അവർക്ക് കാറുകളും ബംഗ്ലാവുകളും പണവും പണക്കൊഴുപ്പിന്റെ പ്രൗഢിയിലാണ് അവിടെ നടക്കുന്നത്. അവർക്ക് എങ്ങനെ ദൈവസന്നിധിയിലിരിക്കാൻ കഴിയുന്നു? പ്രിയപ്പെട്ടവർക്ക്, വിശ്വാസത്തിൽ വന്നപ്പോൾ എന്തുണ്ടായിരുന്നു, ഇപ്പോൾ ആയിരിക്കുമ്പോൾ എന്തുണ്ട്, ഒന്നും മനസ്സിലാക്കി. ഇതെല്ലാം എവിടുന്ന് വന്നു? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നാശത്തിലേക്ക് പോകുന്നതാണ്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണ് പോകുന്നത്. ഈ നാശത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, അവരോട് വേർപെട്ടിരിക്കും, അവരോട് വേർപെട്ടിരിക്കും. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം വിട്ട് നടക്കുന്ന ഏതൊരു സഹോദരനോടും അകന്നിരിക്കണമെന്നാണ് ദൈവത്തിന്റെ സ്തോത്രം ആജ്ഞ. അതനുസരിക്കാൻ കഴിവുണ്ടോ? ആർക്കെങ്കിലും സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ദൈവരാജ്യത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരിൽ നിന്ന് വേർപെട്ടിരിക്കണം. അതുകൊണ്ട് കർത്താവിന്റെ വരവ് എത്രയും ആസന്നമായി. ഇന്ന് കാണുന്ന ഈ സമ്പ്രദായങ്ങളൊന്നും കർത്താവിനു ഹാലലു സ്തോത്രം യോജിച്ചതല്ല, വചനത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാണ്, ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയാൻ ഇന്ന് സഭക്ക് കഴിയും. പക്ഷേ ഞാൻ ധനവാൻ സമ്പന്നനാകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനവും ദൈവവും കർത്താവും പറയുന്നു, ആത്മീകമായി നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാൻ ധരിക്കാൻ വെള്ളയുടുപ്പും, തേജസ്സാവുന്ന വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടി കണ്ണിലുള്ള ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. എനിക്ക് പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷേ ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ആരും എല്ലാവർക്കും അത് കേൾക്കാൻ താല്പര്യം പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, നമ്മുടെ കർത്താവിന്റെ വരവ് എത്രയാസം. ഇന്ന് കാണിക്കുന്ന ഈ സമ്പ്രദായത്തിൽ നിന്ന് നമ്മളെ കാണുന്ന ഈ സംഘടനകളൊന്നും ആരെങ്കിലും അതിൽ നിന്നും പിന്മാറാൻ അവർക്ക് സാധിക്കത്തില്ല. അല്പം തെറ്റാണെന്ന് അവർക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അങ്ങനെ തെറ്റാണെന്ന് അവർ സമ്മതിച്ചാൽ അവരുടെ കയ്യിലെ വാച്ചൂരി പോകും എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതുകൊണ്ട് അവരുടെ പ്രൗഢിയും അവരുടെ മഹത്വം എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവ് എത്രയും ആസന്നമായി. കർത്താവിന്റെ സന്നിധിയിലെത്താൻ, പിതാവിന്റെ സന്നിധിയിലെത്തുവാൻ, കർത്താവിന്റെ വരവിൽ നമുക്ക് കർത്താവിനോടുകൂടി പിതാവിന്റെ സന്നിധി എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായൊരു മാനസാന്തരം നമുക്ക് വേണം, പൂർണ്ണമായൊരു മടങ്ങി വരവാണ് ഉണ്ടാകണം. അത് തീയിലൂതി കഴിച്ച പൊന്നാകുന്ന ഉപദേശത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് എന്നെ കേട്ട, എൻ്റെ ഈ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന്